ഹലോ ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ടെക്നോവേറ്റ് ലാബ്സ്. ഇന്ന് നമ്മുടെ ഒപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അതെ അല്ലേ? ആ കാണിച്ചു തരാം. എൻ്റെ ബർത്ത്ഡേന് ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കി തന്ന ആളെ ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ആളെ അറിയില്ല, ഞാനൊരു ഗിഫ്റ്റ് കാണിച്ചു തന്നെ ഫസ്റ്റ് വീഡിയോയിൽ. അപ്പം ആ ആളെ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആളുടെ ലാപ്ടോപ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്തതാണ്. അതിൽ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട് പറഞ്ഞ് എന്നെ പൂരെ ചീത്തവിളിയും പറഞ്ഞിട്ട് അവൾ വീട്ടിലേക്ക് കയറി വന്നിട്ട് നേരാക്കാം. അപ്പോൾ അത് നേരാക്കൽ കഴിഞ്ഞു ഏകദേശം. അപ്പോൾ അതിന് കുറേ വർക്ക് അപ്ഡേറ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. വിൻഡോസ് അപ്ഡേറ്റ് എന്തോ ചെറിയ ഇഷ്യൂ ആണ്. എന്നാൽ അത് വിൻഡോസിൻ്റെ ഇഷ്യൂ ആണ്, കാരണം നമ്മൾ അപ്ഡേറ്റും എല്ലാം നടത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ ആളെ കാണാം. ആൾക്ക് ക്യാമറയിൽ വരെ ഇത്തിരി മടിയുള്ള ഒരാളാണ്. ഇതാ, ഹലോ ഹലോ ഹലോ, എന്ത് പറയുന്നു മാഡം? ഹലോ ഗൈസ്, എന്ത് പറയുന്നു? കുറച്ച് മുകളിലേക്ക് പിടിക്കോ? ഓ ദാ മുകളിലേക്ക് പിടിക്കുന്നു. എന്നെ ചീത്ത പറഞ്ഞ മൂന്നാമത്തെ ആൾ ഇതാണ്. ഇതുണ്ട്, ശ്രീലക്ഷ്മി ഉണ്ട്, മൂന്നാമത്തെ എൻ്റെ അമ്മയുണ്ട്. 3 പേരുണ്ട്. ഒരാളിതാ. അപ്പോൾ വീഡിയോ കട്ട് ചെയ്ത ആളെന്നെ പറയൂ എന്ത് കാരണം വീഡിയോ കട്ട് ചെയ്യാൻ കാരണം മാഡത്തിൻ്റെ ഫേസ് നന്നായിരുന്നില്ല. ആ ഇനി കംപ്ലൈൻറ്റ് എനിക്ക്. ഇനി മാഡത്തിന്റെ ലാപ്ടോപ്പിന്റെ പ്രശ്നം വരെ, കാരണം നമ്മൾ ടെക്നോവേറ്റ്സിന്റെ ആണല്ലോ. ഞാൻ ഈ ലാപ്പ് യൂസ് ചെയ്യണത് ആകെ ഒരു കാര്യത്തിന്, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സൂമിലാണ് ക്ലാസ് നടക്കുക. ആ അറ്റൻഡന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവും, ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവും. പഠിക്കാൻ സമ്മതിക്കുന്നില്ല. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നെറ്റ്വർക്കിന് പ്രശ്നമാണ്. വീട് നോക്കുമ്പോൾ നെറ്റ്വർക്കിന് എനിക്ക് പ്രശ്നമില്ല, ലാപ്പിന് എന്ത് പ്രശ്നമാണ്. പിന്നെയാണ് അന്ന് സുപ്രഭാതത്തിൽ ഞാൻ കാലത്ത് എണീറ്റിട്ട് റെസ്യൂം ഒക്കെ ഇട്ടാക്കാൻ വേണ്ടിട്ട് സെറ്റായിരുന്ന സമയത്ത് ചൂട് പറഞ്ഞാൽ ഞാൻ ആദ്യം കുറച്ചൊരു 5 മിനിറ്റ് അവിടെ കിടക്കട്ടെ, തനി ശരിയായിക്കോളെന്ന് വിചാരിച്ചു. പിന്നെ നോക്കണോ സ്ക്രീന് പോയി ഫുൾ ഡാർക്ക് ബ്ലൂ ആയി, ഒന്നും വർക്ക് ആവണില്ല. പവർ ഓഫ് ചെയ്യാൻ നോക്കിയിട്ട് ഓഫ് ആവണില്ല. അല്ല അത് ശരിയാട്ടോ അവള് പറഞ്ഞത്. കാരണം ഒരു ദിവസം ഞങ്ങൾ നോക്കുമ്പോ ഇത് കൈ പൊള്ളായിരുന്നു, കൈ പൊള്ളണ ചൂടുണ്ടായിരുന്നു. സംഭവം തൊടാൻ പറ്റിയിരുന്നില്ല. എന്നിട്ട് അതിന് ശേഷം ഞാനിത് പെട്ടെന്ന് ഇവരെ വിളിച്ച് പറഞ്ഞ് ഞങ്ങള് ഷോറൂമിൽ പോയപ്പോ അവിടെ ബാഗിൽ നിന്ന് ലാപ്പ് പോലും എടുക്കാൻ പറ്റണില്ല. എന്നിട്ട് തുണിയൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ അന്ന് എടുത്ത് പുറത്ത് വെച്ചത്. അത്രയും ചൂടായി. പ്രോപ്പർ ഷട്ട് ഡൗൺ, അതെന്തോ ഷട്ട് ഡൗണിൽ എന്തോ പ്രോബ്ലം ആണ്. ഷട്ട് ഡൗണും സ്റ്റാൻഡ് ബൈയും കൂടി വിൻഡോസ് സ്റ്റാൻഡ് ബൈൻ്റെ ഇഷ്യൂ ആയിരുന്നു ആണെന്നാണ് എൻഡിങ് കൺസിഡറേഷൻ. വിൻഡോസ് സ്റ്റാൻഡ് ബൈ ഒരുതരം എന്താ പറയുക, ഫുള്ളി പവർ ഓഫ് ആവില്ല സിസ്റ്റം, പക്ഷെ എന്നാൽ പവർ ഓഫ് ആയി എന്നുള്ള സിസ്റ്റത്തിൽ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് കയറി നിൽക്കും. വിൻഡോസ് സ്റ്റാൻഡ് ബൈ എന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതിൻ്റെയാണ്. അപ്പോൾ എന്തായാലും കറക്റ്റായി. ഇപ്പോൾ അടുത്തായിട്ട് മാഡത്തിൻ്റെ പ്രോബ്ലം എന്തായിരുന്നു? ഇടയ്ക്ക് വീഡിയോ സ്റ്റക്ക് ആവുക, വീഡിയോ പോസ് ആണ്. ഇപ്പം ഞാൻ ചെയ്തതിൽ ആകെപ്പാടെ 2-3 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ഇതിൻ്റെ ഫേംവെയർ ഞാൻ സെറ്റ് ചെയ്തു. ഫേംവെയർ ഞാൻ അപ്ഡേറ്റ് ചെയ്തു, വിൻഡോസ് അപ്ഡേറ്റ് ചെയ്തു, എല്ലാ അപ്ഡേറ്റ്സും ചെയ്തു. ഇനി ആ പ്രോബ്ലം വരില്ല എന്ന് വിചാരിക്കാം. ഇതാണ് ഈ കുട്ടിയുടെ ലാപ്ടോപ്പ്. ഇതിപ്പോൾ എന്താ, ഇതിൻ്റെ സ്ക്രീനിൻ്റെ സംഭവം എന്താണെന്ന് കുട്ട ഒന്ന് പറഞ്ഞേ. വേണോ? എന്താ പറയാ, വാൾപേപ്പർ ഡിസ്ക്രൈബ് ചെയ്യൂ. എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് പോട്ടിയിൽ പോകണമെന്ന്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു സീക്വൻസ് ആണ്, ഇതൊരു ലൈഫിൻ്റെ ഒരു ഇമാജിനേഷൻ ആണത്. ഈ സീക്വൻസ് നമ്മൾ ഇനി ഡീകോഡ് ചെയ്യണോ വേണ്ടെന്നാണ്. കാരണം അത് എനിക്ക് ഏത് കാലത്ത് സക്സസ് ആവുന്നു ആ കാലത്ത് നമുക്ക് ഡീകോഡ് ചെയ്യാം. സക്സസ് ആയ കാലത്ത് ഇവളെ വെച്ച് നമ്മൾ എന്താ പറയുക, ഒരു വീഡിയോ ഉണ്ടാക്കാം. ഈ ഒരു വീഡിയോ ഡീകോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതേപോലെ മാഡത്തിന് ഒരു ഡൗട്ടും കൂടി ഉള്ളത് എന്തായിരുന്നു, ഇതെന്താണെന്നും ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് അധികം ഞാനിപ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടിട്ട് ജസ്റ്റ് ഇതിൻ്റെ നമ്മളൊരു കംപ്ലീറ്റ് വീഡിയോ ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം, ഇത് എങ്ങനെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും മിനിമം ആയിട്ട് എങ്ങനെ ഇത് വർക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം. സോ 3D പ്രിൻ്റർ എങ്ങനെ വർക്ക് ചെയ്യുക, ഇതാണ് നമ്മുടെ ഫിലമെൻറ്റ്. ഇതിപ്പോൾ ഇതിൽ ഗ്രേ ആണ്, ഞാൻ ഇപ്പോൾ പുതിയത് ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫിലമെൻറ്റ് ഇത് കൂടെ വന്ന് ഇതുള്ളത് ഫ്രീ റൊട്ടേഷനാണ്. ഈ സംഭവം എന്താ, ഇതൊരു മോട്ടറാണ്. ഇതെന്ത് ചെയ്യും പറഞ്ഞാൽ, ഇതാണ് നമ്മുടെ ഫിലമെൻറ്റിനെ ഈ ഒരു എക്സ്ട്രൂഡർ അസംബ്ലിക്ക് പുഷ് ചെയ്യുക. അപ്പം അതൊക്കെ പുഷ് ചെയ്തിട്ട് ഇതിനുള്ളൊരു ഹീറ്ററും എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഹീറ്റർ വെച്ച് ഈ ഫിലമെൻറ്റ്, പ്ലാസ്റ്റിക് ഫിലമെൻറ്റ് മെൽട്ട് ആക്കിയിട്ടാണ് നമ്മുടെ പ്രിൻറ്റിങ് നടക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതുവരെ ഞാൻ വീഡിയോ കാണിക്കാത്തൊരു സംഭവം തന്നെ, കുറേ വൈറ്റ് സെല്ലോ ടേപ്സ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാ ചോദിച്ചാൽ, നോർമലി നമ്മൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പ്ലെയിൻ ബ്ലാക്കിലോ അല്ലെങ്കിൽ ഞാൻ ഗ്ലാസ് ബോർഡിലായിരുന്നു പ്രിൻറ്റ് ചെയ്തിരുന്നത്.
പക്ഷെ ഗ്ലാസ് ബോർഡിൽ ഇപ്പോൾ പ്രിൻ്റ് ചെയ്യാൻ പറ്റണില്ല. കാരണം ഞാൻ കുറച്ച് പുതിയ അപ്ഗ്രേഡ്സ് ഇതിൽ വരുത്തി. അപ്പോൾ എനിക്ക് എൻ്റെ എന്താ പറയുക ഗ്ലാസ് ബോർഡിൽ പ്രിൻ്റ് ചെയ്യുമ്പോൾ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പോൾ ഞാൻ നോർമൽ പ്രിൻ്റ് ബോർഡിലേക്ക് മാറ്റി. അപ്പം ഇതിൽ ഈ ഒരു സാധനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രിൻറ്റിങ് ഇതിൻ്റെ മുകളിലായി വരിക. ഈ ഒരു ഷീറ്റ് ഇതിൻ്റെ ഈ വൈറ്റ് സെല്ലോ ടേപ്പിൻ്റെ മുകളിൽ ആവശ്യം കഴിഞ്ഞാൽ എനിക്ക് ഈ വൈറ്റ് സെല്ലോ ടേപ്പ് സുഖമായിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒപ്പം പ്രിൻറ്റും വരും. അല്ലെങ്കിലുള്ള പ്രോബ്ലം ഇതാ, ഈ സ്കഫ് മാർക്കുകളെല്ലാം ഞാൻ ഒരു കാലത്ത് പ്രിൻ്റ് ചെയ്യണ സമയത്ത് വന്നിരുന്നതാണ്. പ്രിൻ്റ് ചെയ്യും, അത് കഴിഞ്ഞ് എടുക്കാൻ നോക്കുമ്പോൾ വരില്ല എന്ന് കണ്ടാൽ ഞാൻ സ്ക്രേപ്പറൊക്കെ എടുത്ത് വലിച്ചെടുക്കുമ്പോഴുള്ള പ്രോബ്ലമാണ്. അപ്പം അത് ഒഴിവാക്കാനാണ് ഈ ഒരു വൈറ്റ് ടേപ്പ് ഒട്ടിച്ചത്. ഇതിനെപ്പറ്റി ഒരു കംപ്ലീറ്റ് വീഡിയോ വേറൊരു ദിവസം ഉണ്ടാക്കാം. 3D പ്രിൻ്റർ എന്താണെന്നോ 3D പ്രിൻറ്റിങ് എങ്ങനെയാണെന്നോ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണോ ഒരു വേറെ വീഡിയോ ഉണ്ടാക്കാം. ഇവിടെ പോവുക, നമ്മുടെ പ്രിൻറ്റ് ഫ്രം കാർഡ്, അതിൽ 3D പ്രിൻ്റർ. ഇത് നമ്മുടെ പ്രിൻറ്റിങ്ങിൻ്റെ പലതരം ഫയൽസാണ്. കാലിബ്രേഷൻ ഉണ്ട്, കളർ കറക്ഷൻ. കളർ കറക്ഷൻ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ ഫിലമെൻറ്റുകൾ മാറ്റുന്ന സമയത്ത് ഇപ്പോൾ ഗ്രേ ആണല്ലോ, നമ്മൾ ബ്ലാക്കിക്കോ വൈറ്റിക്കോ ആക്കുമ്പോൾ ജസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു കോഡാണ്. ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ചധികം ഒരു 2 ടേണിങ് സർക്കുലർ ടേണിങ് ചെയ്യാം. നമ്മൾ പഴയുള്ള ഫിലമെൻ്റൊക്കെ ഇവിടെ ഇതിനുള്ളിൽ കിടക്കുന്ന പഴയ ഫിലമെൻ്റൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തൽക്കാലം ഒരു കാലിബ്രേഷൻ ക്യൂബ് പ്രിൻറ്റ് ചെയ്യാം. അത് പറഞ്ഞാൽ XYZ ക്യൂബ് എന്ന് പറയും, അല്ലെങ്കിൽ കാലിബ്രേഷൻ ക്യൂബ്. 51 മിനിറ്റിൻ്റെ പ്രിൻ്റാണ്. നോക്കാം. അത്രയും വേണോ? എനിക്ക് ലാസ്റ്റ് സാധനം കാണിച്ചു തന്നാൽ പോരെ. ഇപ്പോൾ അതാ പ്രിൻ്റ് ചെയ്യാൻ നോക്കുമ്പോൾ കേട്ടോ, നമുക്ക് ആദ്യം ഇവിടെ ടെമ്പറേച്ചർ സൂം ചെയ്യാം. അങ്ങോട്ട് കൊടുക്കണം. ആദ്യം നമുക്കിതാ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഇത് നമ്മുടെ ബെഡ് ടെമ്പറേച്ചർ. പറഞ്ഞാൽ ഈ സാധനത്തിനെ ഹീറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് നോസിൽ ടെമ്പറേച്ചർ. ഈ നോസിലിൽ കൂടെയാണ് നമ്മുടെ ഫിലമെൻറ്റ് മെൽട്ടായി വരുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ആദ്യം റീച്ച് ആവണം. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രിൻ്റ് സാധനം വരിക. ഇതിപ്പോൾ ഞാൻ ഫാസ്റ്റ് ട്രാക്ക് ചെയ്തെല്ലാം സംഭവം പ്രിൻറ്റിങ് നിർത്തി, അതിൽ ചെറിയ ഇഷ്യൂ കണ്ടു. പക്ഷേ നമ്മുടെ ഫൈനൽ പ്രിൻ്റ് സംഭവങ്ങൾ ഇതാണ് XYZ കാലിബ്രേഷൻ ക്യൂബ്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് കാലിബ്രേഷൻ ഉണ്ടോ അല്ലെങ്കിൽ എല്ലാ എററും ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു സംഭവം. ഇതിൻ്റെ കോർണർ പീസസ് എങ്ങനെയാണ്, എഡ്ജുകൾ എങ്ങനെയാണ്, അതിനുള്ള നമുക്ക് ഇൻഡിക്കേഷൻ ഒരു സംഭവം മാത്രമാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബേസിക് വീഡിയോ. ഞാൻ ഇതിനെ ഒരു കംപ്ലീറ്റ് വീഡിയോ വേറെ ഉണ്ടാക്കാം. കൂടുതലും 3D പ്രിൻ്ററിനെ പറ്റിയിട്ടും 3D പ്രിൻറ്റിങ്ങിന് അതിൻ്റെ സോഫ്റ്റ്വെയർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. തൽക്കാലം നമുക്ക് ഇവിടെ 3D പ്രിൻറ്റിങ് ഇവിടെ നിർത്താം. സോ ഇന്നത്തെ ടെക്നോവേറ്റ് ലാബ്സിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ബേസിക് 3D പ്രിൻറ്റിങ് കണ്ടു, മാഡത്തിനെയും കാണിച്ചു കൊടുത്തു. ഇജിത മേഡം 3D പ്രിൻറ്റിങ് എന്തെങ്കിലും മനസ്സിലായോ? വളരെ സിമ്പിളാണ് മാഡത്തിൻ്റെ വിചാരം. നമ്മളിനി നമ്മൾ വേറെ വീഡിയോ കാണിക്കാം എങ്ങനെയാണ് പ്രിൻറ്റിങ് എന്നുള്ളത്. അപ്പം മാഡത്തിന് മനസ്സിലാവും. ഇപ്പോൾ തൽക്കാലം മാഡത്തിന് ഓക്കെ ആണ്. മാഡത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടിയാണ് ഞാൻ കാണിച്ചത്. മാഡം താങ്ക് യു, ബൈ ബൈ, ടാറ്റ പറഞ്ഞോളൂ. ഇതും പ്രിന്റ് എടുത്തോ. ഓക്കെ ബൈ. ബൈ.